ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 പൊതുപരീക്ഷ 7ാം ക്ലാസ്സിൻ്റെ അൽഫിഖുൽ ഇസ്ലാമി നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വർഷത്തെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്കൊക്കെ മോഡൽ ചോദ്യപേപ്പറൊക്കെ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. 1. കുട്ടി ജനിച്ചാൽ അക്കീക്ക അറുക്കൽ സുന്നത്താണ്. കുട്ടി ജനിച്ചാൽ അക്കീക്ക അറുക്കൽ സുന്നത്താണ്. എത്രാമത്തെ ദിവസമാണെന്നാണ്. അപ്പോൾ 7ാം ദിവസം അക്കീക്ക അറുക്കൽ സുന്നത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അടുത്തത്, സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പുമുണ്ടാകും. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പുമുണ്ടാകുന്ന കാര്യമാണ് എന്ത്? സക്കാത്ത് വിതരണം. സക്കാത്ത് വിതരണം. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പുമുണ്ടാകുന്ന കാര്യമാണ് സക്കാത്ത് വിതരണം. അന്ത്യദിനത്തിൽ അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്താണ്? നോമ്പും ഖുർആനും. നോമ്പും ഖുർആനും. അവൻ നോറ്റ നോമ്പുകളും അവൻ ഓതിയ ഖുർആനും അവൻക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പിന്നെ ദുൽഹിജ്ജ 10 ചെയ്യേണ്ട ഒരു കർമ്മം. ദുൽഹിജ്ജ 10 ചെയ്യേണ്ട കർമ്മമാണ് ജംറകളെ കല്ലെറിയൽ. ജംറകളെ കല്ലെറിയൽ. അപ്പോൾ അത് കല്ലെറിയൽ നമ്മൾ ഉംറയുടെയും ഹജ്ജിൻ്റെയും കർമ്മങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ചതാണ് നമ്മൾ. അടുത്തത്, തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ. എന്താണ്? കടം വാങ്ങൽ ഹറാമാണ്. തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളവന് കടം വാങ്ങൽ ഹറാമാണ്. അടുത്തത്, അന്യപുരുഷനോട് സ്ത്രീ സലാം പറയൽ. അന്യപുരുഷനോട് സ്ത്രീ സലാം പറയൽ ഹറാമാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. യാചന ഇല്ലാതാക്കുന്നു. എന്താണ് യാചന ഇല്ലാതാക്കുന്നത്? സക്കാത്താണ്. സക്കാത്ത് യാചന ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. അപ്പോൾ അതിന് സി എഴുതാം. ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ്. ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ് ജിമാ. ജിമാ ഓപ്ഷൻ ഇ. അല്ലാഹു തആല നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ് ത്വലാഖ്. അപ്പം അതിൻ്റെ എഴുതാം. ബലിപെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം. ബലിപെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മമാണ് ഉദ്ഹിയ്യ. ഉദ്ഹിയ്യ. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ശ്വാസനാളവും ഡേഷും മുഴുവനും മുറിക്കൽ അറവിൻ്റെ നിബന്ധനയാണ്. ശ്വാസനാളവും അന്നനാളവും മുഴുവൻ മുറിക്കൽ അറവിൻ്റെ നിബന്ധനയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അറവ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ മനസ്സിലാക്കട്ടോ. ഇനി നിക്കാഹ് ഡേഷ് മാസത്തിലാവൽ സുന്നത്താണ്. ഏത് മാസമാണ്? ഷവ്വാൽ. ഷവ്വാൽ മാസത്തിലാവൽ സുന്നത്താണ്. നിക്കാഹ് ഷവ്വാൽ മാസത്തിലാവൽ സുന്നത്താണ്. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ എന്നാണ് ഫർള് കിഫായയാണ്. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഫർള് കിഫായയാണ്. അടുത്തത്, ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് വേണ്ടി ഡേഷ് വീതം നൽകണം. ഒരാൾക്ക് വേണ്ടി ഒരു സോ. ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് വേണ്ടി ഒരു സോ വീതം നൽകണം. അടുത്തത്, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ ഡേഷാണ്. എന്താണ്? കറാഹത്താണ്. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ കറാഹത്താണ്. മഴ പെയ്താൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയൻ എന്ന് ചൊല്ലൽ സുന്നത്താണ്. മഴ പെയ്താൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയൻ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അടുത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. തവാഫ് തുടങ്ങേണ്ടത് കഅബയുടെ ഏത് മൂലയിൽ നിന്നാണ്? കഅബയുടെ ഏത് മൂലയിൽ നിന്നാണ്? ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഹജറുൽ അസ്വദ്. തവാഫ് തുടങ്ങേണ്ടത് കഅബയുടെ ഏത് മൂലയിൽ നിന്നാണ്? ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് എഴുതാം. അടുത്തത്, ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും. എപ്പോഴാണ്? കടം കൊടുത്താൽ. കടം കൊടുത്താൽ ഒരു സംഖ്യ, ആ സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും. അടുത്തതാ, മാടിനെ ഉളുഹിയ്യ അറുക്കുമ്പോൾ എത്ര പേർക്ക് പങ്കുചേരാം? മാടിനെ അറുക്കുമ്പോൾ, ഉളുഹിയ്യ അറുക്കുമ്പോൾ അതിൽ 7 പേർക്ക് പങ്കുചേരാം. മാടിനെ ഉളുഹിയ്യ അറുക്കുമ്പോൾ അതിൽ 7 പേർക്ക് പങ്കുചേരാം. അടുത്തതാ, കബിൽത്തു നിക്കാഹ എന്നാണ് വാചകം. എന്തിൻ്റെതാണ്? കബൂലിൻ്റെ. കബിൽത്തു നിക്കാഹ എന്നാണ് നിക്കാഹിലെ കബൂലിൻ്റെ വാചകം. നിക്കാഹിലെ കബൂലിൻ്റെ വാചകം. അടുത്തതാ, തല കുനിച്ച് അഭിവാദനം ചെയ്യുന്നതിൻ്റെ വിധി. എന്താണ് തല കുനിച്ച് അഭിവാദനം ചെയ്യുന്നത്? കറാഹത്താണ്.
പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണ് എന്ത്? ബിസ്മി ചൊല്ലൽ. പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണ് ബിസ്മി ചൊല്ലൽ. അടുത്തതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. എന്താണ്? ഭക്ഷിക്കാൻ പാടില്ലാത്ത 4 പക്ഷികളുടെ പേര് എഴുതുക. ചെമ്പോത്ത്, കാക്ക, കഴുകൻ, പരുന്ത്, തത്ത, മരംകൊത്തി, ഇങ്ങനെ കുറേ ഉണ്ട് പക്ഷികൾ. അതുപോലെ ജീവികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ വിവാഹം. വിവാഹം എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് തടയുന്നു? എന്തെല്ലാം തെറ്റുകളിൽ നിന്നാണ്? അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുകയും ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നതിനൊക്കെ തടയും. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക തുടങ്ങി തെറ്റുകളിൽ നിന്നൊക്കെ വിവാഹം തടയുന്നു. അടുത്തതാ പലിശയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ശപിച്ചു. ആരെയൊക്കെയാണ് ശപിച്ചത്? പലിശ തിന്നുന്നവരെയും നൽകുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും. പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. അടുത്തതാ സാന്ത്വന പ്രവർത്തനങ്ങളിൽ പെട്ട 4 കാര്യങ്ങൾ എഴുതുക. ചികിത്സ, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നത് സാന്ത്വന പ്രവർത്തനങ്ങൾ. അപ്പം അത് 4 എഴുതുക. പിന്നെന്താണ്? രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? അസ്സലല്ലാഹുൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ പറഞ്ഞത്? മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. എന്താണ്? എന്നെ സിയാറത്ത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. എന്നെ സിയാറത്ത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. അടുത്തത് റമളാനിൻ്റെ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യണം? റമളാനിൻ്റെ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്ത് ചെയ്യണം? നോമ്പുകാരനെ പോലെ കഴിഞ്ഞു കൂടലും പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടലും നിർബന്ധമാണ്. നോമ്പുകാരനെ പോലെ കഴിഞ്ഞു കൂടലും പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടലും നിർബന്ധമാണ്. ഇനി നമുക്ക് കുറിപ്പ് എഴുതാൻ വന്നത് സക്കാത്ത് നൽകാതിരുന്നാൽ എന്നതിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ എഴുതാം നമുക്ക്? സക്കാത്ത് നൽകാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുകയും അല്ലാഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്താൽ വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് അഗ്നിയിൽ ചൂടാക്കപ്പെടും. അതുകൊണ്ട് അവരുടെ നെറ്റിയിലും പാർശ്വവശങ്ങളിലും മുതുകുകളിലും പൊള്ളലേൽപ്പിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണിത്, നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും. ഇതാണ് സക്കാത്ത് നൽകാതിരുന്നാൽ എന്നതിനെക്കുറിച്ച് നമുക്ക് എഴുതേണ്ടത്. ഇനി സലാം പറയലിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ആ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. സലാം പറയൽ സുന്നത്താണ്. ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ മടക്കൽ ഫർള് ഐനാണ്. എന്നാൽ ഫാസിക്കിനും മുബ്തദീനും സലാം പറയാനോ മടക്കാനോ പാടില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. അവർ മടക്കൽ നിർബന്ധവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാമിൻ്റെ പൂർണ്ണ രൂപം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് മടക്കുന്നതിൻ്റെ പൂർണ്ണ രൂപം. കണ്ടുമുട്ടുമ്പോൾ ചെറിയവർ വലിയവരോടും നടക്കുന്നവർ നിൽക്കുന്നവരോടും വാഹനത്തിലുള്ളവർ അല്ലാത്തവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടും ചെറിയവർ വലിയവരോടും സലാം പറയൽ സുന്നത്താണ്. സലാം പറയുമ്പോൾ മുസാഫത്ത് ചെയ്യലും സ്വാലിഹായ വ്യക്തികളുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. അപ്പോൾ അത് ഒക്കെ എഴുതാം. അതിൽ നമ്മൾ കറാഹത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഓരോ പാഠത്തുനിന്നും മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഏതാണ് ചോദ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ പാഠത്തുനിന്നും
റിവിഷൻ ചെയ്യേണ്ടതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇനി ലഭിക്കാത്തവരൊന്ന് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് പെട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിലും കമൻറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.